ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിലേക്ക് പുതിയൊരു സുവർണാധ്യായം കൂട്ടിച്ചേർക്കാൻ ഒരുങ്ങുകയാണ് വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ അത്ഭുത ബാലൻ. ടാറ്റ IPL 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി റൺവേട്ട നടത്തി ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം വിസ്മയിപ്പിച്ച ഈ ഇടംകൈയ്യൻ ബാറ്റർ ഒടുവിൽ ഇന്ത്യൻ സീനിയർ ടീമിന്റെ നീലക്കുപ്പായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച അയർലൻഡിനെതിരെ നടക്കുന്ന ആദ്യ T20 മത്സരത്തിൽ വൈഭവ് ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടം പിടിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ഒരു അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്ര നേട്ടം ഈ കൗമാരക്കാരൻ സ്വന്തമാക്കും. എന്നാൽ വൈഭവിന്റെ ഈ അതിവേഗത്തിലുള്ള വളർച്ചയും ടീമിലേക്കുള്ള വമ്പൻ വരവും ഇന്ത്യൻ ടീമിലെ മറ്റ് 3 പ്രമുഖ സീനിയർ താരങ്ങളുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. മലയാളി സൂപ്പർ താരം സഞ്ജു, വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ, ഹാർഡ് ഹിറ്റിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബെ എന്നിവരുടെ സ്ഥാനമാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഭയമില്ലാതെ ബാറ്റിംഗ് ശൈലി കൊണ്ടും അസാമാന്യമായ ടൈമിംഗ് കൊണ്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് വൈഭവ് സൂര്യവംശി. എന്നാൽ ടാറ്റ IPL 2026 സീസണാണ് വൈഭവിന്റെ കരിയർ മാറ്റിമറിച്ചത്. രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷകളോടെ ടീമിലെടുത്ത ഈ 15-കാരൻ ടൂർണമെന്റിലുടനീളം ലോകോത്തര ബൗളർമാരെ അതിക്രൂരമായാണ് തല്ലിച്ചതച്ചത്. വെറും ഒരു IPL സീസണിൽ നിന്നും 237.3 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസ് അടിച്ചുകൂട്ടി വൈഭവ് ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി. പവർ പ്ലേ ഓവറുകളിൽ ബൗളർമാരെ നിലം തൊടാൻ അനുവദിക്കാത്ത വൈഭവിന്റെ ഈ ബാറ്റിംഗ് വിസ്മയമാണ് സെലക്ടർമാരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും അയർലൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് അതിവേഗം വഴി തുറന്നതും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ഥാനത്തിനായി കടുത്ത മത്സരമാണ് നടക്കുന്നത്. അവിടെ 230-ലധികം സ്ട്രൈക്ക് റേറ്റുള്ള ഒരു ഓപ്പണർ എത്തുമ്പോൾ നിലവിലുള്ള പല പ്രമുഖരുടെയും കസേര ഇളകുക സ്വാഭാവികമാണ്. ഈ പുതിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന 3 താരങ്ങൾ ഇവരാണ്. മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയപ്പെട്ട താരം സഞ്ജു ഈ കൊടുങ്കാറ്റിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നു. നിലവിലെ ലോക 1-ാം നമ്പർ T20 ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ ഓപ്പണറായി ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. ഇതോടെ ടോപ്പ് ഓർഡറിൽ സഞ്ജുവിന്റെ സ്ഥാനം അപകടത്തിലാകും. യഥാർത്ഥത്തിൽ സഞ്ജു ഇപ്പോൾ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. ഇന്ത്യയുടെ T20 ലോകകപ്പ് 2026 കിരീട നേട്ടത്തിൽ സഞ്ജുവിന്റെ പങ്കും വലുതായിരുന്നു. ലോകകപ്പിലെ തന്റെ അവസാന 3 ഇന്നിംഗ്സുകളിൽ യഥാക്രമം 96, 89, 89 എന്നിങ്ങനെ തകർപ്പൻ സ്കോറുകൾ നേടി സഞ്ജു തിളങ്ങിയിരുന്നു. ഇതുവരെ കളിച്ച 62 T20കളിൽ നിന്നും 1399 റൺസും സഞ്ജു നേടിയിട്ടുണ്ട്. എന്നാൽ ഓപ്പണിംഗിലേക്ക് ഒരു ഇടംകൈയ്യൻ അത്ഭുതബാലൻ എത്തുമ്പോൾ ടീമിലെ ഇടംകൈയ്യൻ വലംകൈയ്യൻ കോമ്പിനേഷൻ നിലനിർത്താൻ ടീം മാനേജ്മെന്റ് താല്പര്യപ്പെട്ടേക്കാം. ഇത് സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്തിരുത്താനോ അല്ലെങ്കിൽ മധ്യനിരയിലേക്ക് മാറ്റാനോ കാരണമായേക്കാം. ലോകകപ്പിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മറ്റൊരു ഇടംകൈയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇഷാൻ കിഷൻ. നിലവിൽ ടീമിൽ 3-ാം നമ്പറിലോ ഓപ്പണറായോ ബാറ്റ് ചെയ്യുന്ന ഇഷാന്റെ സ്ഥാനത്തിനാണ് വൈഭവ് മറ്റൊരു വില്ലനാകുന്നത്. ഇതുവരെ 45 ടീമുകളിൽ നിന്നും 1328 റൺസ് നേടിയിട്ടുള്ള ഇഷാൻ മികച്ച കളിക്കാരനാണെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം പലപ്പോഴും വെല്ലുവിളിയാണ്. വൈഭവിനെ പോലെ അതിവേഗം റൺസ് സ്കോർ ചെയ്യുന്ന മറ്റൊരു ഇടംകൈയ്യൻ ടോപ്പ് ഓർഡറിൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ടീമിലെ സന്തുലിതാവസ്ഥയ്ക്കായി ഇഷാൻ കിഷനെ പുറത്തിരുത്തി പകരം ഒരു പ്രോപ്പർ മിഡിൽ ഓർഡർ ബാറ്ററെ കളിപ്പിക്കാൻ ടീം മാനേജ്മെന്റ് തുനിഞ്ഞേക്കാം. ഓൾറൗണ്ടർ ശിവൻ ദുബെയുടെ സമീപകാലത്തെ മോശം ഫോമും ടീമിലെ സ്ഥാനചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ടാറ്റ IPL 2026 സീസൺ ശിവൻ ദുബെയെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയാണ് സമ്മാനിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിനായി 13 മത്സരങ്ങളിൽ കളിച്ച ദുബെയ്ക്ക് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാനാകാതെ വെറും 270 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. വൈഭവ് സൂര്യവംശിയെ പോലെ ഏത് പൊസിഷനിലും അതിവേഗം റൺസ് കൂട്ടാൻ കഴിയുന്ന ഒരു യുവതാരം ടീമിലേക്ക് വരുമ്പോൾ മോശം ഫോമിലുള്ള ദുബെയെ പോലെയുള്ള മധ്യനിര താരങ്ങളെ പുറത്തിരുത്താൻ സെലക്ടർമാർ മടിക്കില്ല. ദുബെയുടെ ഫോമില്ലായ്മ വൈഭവിന് ടീമിൽ ഇടം നൽകാൻ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്ന ആലോചനയിലാണ് ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. രണ്ടുപേരും അതിവേഗം റൺസ് അടിക്കുന്ന ഇടംകൈയ്യന്മാർ ആയതിനാൽ പവർ പ്ലേയിൽ എതിരാളികൾ തകരും. ഈ സാഹചര്യത്തിൽ സഞ്ജു 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ ബാറ്റ് ചെയ്യേണ്ടി വരും. വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷൻ തുടർന്നേക്കാം. വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഇഷാൻ കിഷനെ നിലനിർത്തിക്കൊണ്ട് ഓപ്പണിംഗിൽ വൈഭവിനെ പരീക്ഷിക്കുകയും സഞ്ജുവിനെ നിർഭാഗ്യവശാൽ പ്ലേയിങ് 11 പുറത്തു നിർത്തുകയും ചെയ്യുക. ലോകകപ്പിൽ മികച്ച ഫോമിലായിരുന്നിട്ടും സഞ്ജുവിനെ പുറത്തിരുത്തുന്നത് വലിയ ആരാധകരോഷത്തിന് കാരണമായേക്കാം. അയർലൻഡിനെതിരെയുള്ള ആദ്യ T20 പോരാട്ടത്തിൽ ഇന്ത്യൻ പ്ലേയിങ് 11 പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള ഒരു സൂചന
സൂചനയായിരിക്കും. 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കാണാൻ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ കൗമാരക്കാരന്റെ കടന്നുവരവ് സഞ്ജു, ഇഷാൻ, ദുബൈ തുടങ്ങിയ സീനിയർ താരങ്ങൾക്ക് തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ അതിജീവന പോരാട്ടത്തിനുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.